ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള അസാധ്യ സ്വാദുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ഇത് ഞാൻ വെറുതെ മുഖവുരയ്ക്ക് പറയുന്നതല്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും വളരെയധികം ഇഷ്ടമായതുകൊണ്ടാണ് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ ടേസ്റ്റി ചിക്കൻ ഫ്രൈ. ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് സാധാരണ മുളക് പൊടിയാണ്, പിരിയൻ മുളകല്ല. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, രണ്ടും കൂടി 1.5 ടേബിൾ സ്പൂൺ മതി. പിന്നെ വേണ്ടത് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ ജ്യൂസ്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, അധികം പുളിയില്ലാത്ത തൈര്. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടലമാവാണ്. 3 ടേബിൾ സ്പൂൺ കടലമാവ്. ഇതാണ് ഈ ചിക്കൻ ഫ്രൈക്ക് പ്രത്യേകമായ ടേസ്റ്റ് തരുന്ന ഇൻഗ്രീഡിയൻറ്റ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർക്കാം. ചിക്കൻ ഫ്രൈക്ക് നല്ല ക്രിസ്പ്നെസ് ഒക്കെ കിട്ടാനായിട്ട് കോൺഫ്ലവർ ഇടുന്നത് നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത ചിക്കൻ മാക്സിമം സമയം വെക്കാൻ ശ്രദ്ധിക്കുക. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഞാൻ ഏതായാലും ഇത് മാരിനേറ്റ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസമാണ് ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കുകയാണ്. ഏതായാലും വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഒന്ന് ചൂട് കുറച്ച ശേഷം ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ചിക്കൻ നല്ലപോലെ വേവണം. ഉള്ളു വേവുകയും വേണം, പുറം നല്ലോണം മൊരിയും വേണം. സമയം എടുത്ത് തന്നെ ചെയ്യുക. എന്നാൽ വല്ലാതെ തീ കുറച്ച് വയ്ക്കരുത്, അപ്പോൾ പിന്നെ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് എണ്ണ ഇങ്ങനെ മീതെ ഒഴിച്ചു കൊടുത്താൽ ആ ഭാഗവും നല്ലപോലെ വെന്ത് കിട്ടും. അല്പസമയം കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ സൈഡ് മാറ്റി മാറ്റി നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് വേണം ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. പുറമൊക്കെ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്, ചിക്കൻ വെന്തിട്ടുമുണ്ട്. അങ്ങനെ ഈ ടേസ്റ്റി ചിക്കൻ ഫ്രൈ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ വിലയേറിയ കമൻസും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.